ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രളയക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു മണ്ഡലത്തിലാണ്, അതായത് മാവേലിക്കര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത? അല്ല, മാവേലിക്കര പാർലമെൻറ്റ് എന്ന് പറയുന്നത് UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. അടൂർ പാർലമെൻ്റ് ആയിരുന്ന സമയത്തും അതിനുശേഷം പേര് മാറി മാവേലിക്കര പാർലമെൻ്റ് ആയ സമയത്തും UDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ശ്രീ കൊടുക്കുന്നേൽ സുരേഷ് 6 പ്രാവശ്യം അടൂരിൽ നിന്നും 2 പ്രാവശ്യം ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നും വിജയിക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുള്ളൂ. അത് 1 ലക്ഷത്തിന് മുകളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ തീർച്ചയായും അത് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്നിടത്ത് UDFൻ്റെ വിജയം ഉറപ്പാണ് എന്ന് തന്നെ തീർത്തു പറയാൻ സാധിക്കും. കാരണം പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംസ്ഥാന സർക്കാരിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച് ഇവിടുന്ന് കിടക്കുന്ന കുട്ടനാട് മേഖലയിൽ നിന്നാണ്. കുട്ടനാട് മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് വന്നിരുന്നത് ചങ്ങനാശ്ശേരിക്കാണ്. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നും പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും കൃത്യമായൊരു നടപടി സ്വീകരിക്കുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ശരിയായ രീതിയിൽ വിലയിരുത്തലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം അടുത്ത കാലത്ത് നടന്ന ഒരു ഇഷ്യൂ ആണ് അത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ജനങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം അതിനുമായി ബന്ധപ്പെട്ട ഒരു വോട്ടിംഗ് പാറ്റേണുണ്ടാകും. അങ്ങനെ ഒരു വിജയം തീർച്ചയായും UDFന് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ ഒരു തരംഗം ഉണ്ടാകുമോ? കോൺഗ്രസിൻ്റെ 20 മണ്ഡലങ്ങളിലും തരംഗം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ചില മണ്ഡലങ്ങൾ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടി കോൺഗ്രസ് അതിൻ്റെ ഏതറ്റം വരെയും പ്രവർത്തിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുത്തിരിക്കുന്ന ഒരു നിലപാട് അതാണ്. 20 മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ LDFൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങളിൽ വളരെ നല്ല മത്സരം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകം ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിലെ കോൺഗ്രസ് വളരെയേറെ മുന്നിലോട്ട് കടന്നതായിട്ടാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവിടുന്ന് ലഭിക്കുന്ന ചിത്രം മനസ്സിലാവുമ്പോൾ. രമ്യ ഹരിദാസ് വളരെയേറെ മുന്നിലേക്ക് പോയിരിക്കുന്നു. ആലത്തൂർ പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് മുന്നേറുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങൾ തീർച്ചയായും പിടിച്ചടക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് നിസ്സാര വോട്ടിന് നഷ്ടപ്പെട്ട കാസർഗോഡ് മണ്ഡലം ഇത്തവണ കോൺഗ്രസ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പിടിച്ചടക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. BJPയുടെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ BJPയുടെ മുന്നേറ്റം എന്തോരം ഉണ്ടാവും? അല്ല, BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായും കേരളം നോക്കിക്കാണേണ്ടതാണ്. അത് ഏതർത്ഥത്തിലാണ് ആ മുന്നേറ്റം അവർ പ്രവചിക്കുക? അവർ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ BJPക്ക് അത് അവർക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്താണ് അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് BJP എന്ത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് നേടുന്നത്? ഞാൻ BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലാകുന്ന നോട്ട് നിരോധനത്തെക്കുറിച്ച് BJP പറയാൻ തയ്യാറാവുന്നില്ല. നോട്ട് നിരോധനം ഈ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്ന എന്തും മുന്നേറ്റമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ പത്രങ്ങളിൽ കൂടി അറിയാൻ സാധിച്ചിരിക്കുന്നത്, ഏതാണ്ട് 50% തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു എന്നാണ് നോട്ട് നിരോധനം കൊണ്ട്. പിന്നെ രണ്ടാമത് ഇവിടെ വലിയ ഇതായിട്ട് നടപ്പിലാക്കിയ ഒന്നാണ് GST കൊണ്ട് എന്താണ് ശരിക്കും ഇവിടുത്തെ കച്ചവടക്കാർക്ക് അല്ലെ സാധാരണക്കാർക്ക് GST കൊണ്ടുണ്ടായ മെച്ചം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇവിടെ നമ്മൾ സാധാരണ കടകൾ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന തൊട്ടടുത്ത കടകളിലൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ. കച്ചവടം എന്ന് പറയുന്ന സംഭവം ഈ കേരളത്തിൽ നടക്കുന്നതായി നമ്മൾ എവിടെ ചെന്ന് ചോദിച്ചാലും പറയുന്നില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചെറുകിട ഉൽപ്പാദകർ മുഴുവൻ നിർത്തിപ്പോവുക ഈ മേഖലയിൽ. ഇന്ത്യ എന്ന് പറയുന്ന ബൃഹത്തായ രാജ്യത്ത് ശരിക്കും ചെറുകിട ഉൽപ്പാദകരാണ് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെറുകിട ഉൽപ്പാദകരില്ലാതായി പോകുന്ന ഒരു കാലാവസ്ഥയിൽ ശരിക്കും ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന വലിയൊരു അവസ്ഥ സംജാതമാകുന്നത്. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് BJP തയ്യാറാവുന്നുണ്ട്. BJPയുടെ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് ഇന്നലെ ഗുജറാത്തിൽ പറഞ്ഞു, ഗുജറാത്തുകാരനായത് കാരണം എന്നെ ആക്രമിക്കുന്നു എന്ന്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 5 വർഷം വന്നത് UPയിൽ നിന്ന് ജയിച്ചിട്ടാണ്. അപ്പം ഒരു ഗുജറാത്തുകാരൻ എന്നുള്ള രീതിയിലല്ലല്ലോ. പകരം ഞാൻ ഈ 5 വർഷം എന്താണ് ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു വോട്ട് നേടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. അതിന് പകരം വൈകാരികപരമായ ഒരു വോട്ട് നേടുക എന്ന് പറയുന്നത് അതൊക്കെ ചിലപ്പോൾ താൽക്കാലികമായ ഒരു വിജയമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് കടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മത്സരം ഇവിടെ നടക്കുന്നത്, കേരളത്തിൽ എവിടെ മത്സരം നടക്കുന്നത് ഇടതുപക്ഷവും
കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. കേരളത്തിൽ അല്ലാതൊരു രാഷ്ട്രീയ കാലാവസ്ഥ കാണുന്നില്ല. പിന്നെ തിരുവനന്തപുരമാണ് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് ഒ രാജഗോപാലിനെ പോലൊരു വോട്ട് നേടാൻ കുമ്മനം രാജശേഖരന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിലവിൽ 20 നിയോജക മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് LDF UDF തമ്മിലുള്ള മത്സരമാണ്. BJP തേർഡ് പ്ലെയർ സ്ഥാനത്തുണ്ടായിരിക്കാം, പക്ഷേ അത് എത്രമാത്രം വോട്ട് സ്വാധീനിക്കുമെന്നുള്ളത് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ഞങ്ങൾ UDF പ്രവർത്തകർ തീർച്ചയായും കൊടുക്കുന്നൽ സുരേഷിൻ്റെ വിജയം മാവേലിക്കരയിൽ പൂർണ്ണമായും നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിജയമായി തന്നെയാണ് കരുതുന്നത്.